വെറും വയറോടെ ഇരുന്നാ ബുദ്ധി പ്രവർത്തിക്കില്ല എന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഹാ, നല്ല മണം. സമൂസ സമൂസ. എന്തായാലും ഇത് കഴിച്ചിട്ട് തന്നെ കാര്യം. ഒന്നെടുക്കാം. പോരെ പോരെ, ഒന്നുകൂടെ എടുക്കട്ടെ. പോരെ പോരെ, ഇതൊക്കെ എടുക്കട്ടെ. ചേട്ടായി. രാത്രി മുഴുവൻ നഗരത്തിൽ വൈദ്യുതിയില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്താവും യാതൊരു പേടിയില്ല. അമ്മേ, രക്ഷപ്പെട്ടു. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് വളരെ വളരെ നല്ലതാണ്. എന്റെ അമ്മേ, ഈ പഴത്തിന്റെ തോല ആരവിടെ കൊണ്ടുവന്നിട്ട്? എന്റെ അമ്മ, ഞാൻ വീണത് ആരും കണ്ടിട്ടില്ല. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ശ്രീവത്സൻ. കുപ്രസിദ്ധ കൊള്ളക്കാരൻ ജോൺ ജയിൽ. അല്ല, മോട്ടോ ആണല്ലോ അത്. ഞാൻ 500 രൂപ കിട്ടിയാലേ 5 ദിവസത്തിന് വാങ്ങിയേ. ഐഡിയ. ഈ നോട്ട് എവിടേക്ക് പോയാലും ഞാൻ വിടില്ല. ഞാനിത് പിടിച്ചു. കയ്യിൽ കിട്ടിയത് വായിലെത്തിയില്ലല്ലോ. എന്നോടാ കളി. ഞാനാരാ മോൻ? ആ ചേട്ടാ, നമസ്കാരം. സുഖം തന്നെ? താഴെയോ? ഭാഗ്യം ആ ചേച്ചി നമ്മളെ തല്ലി കൊല്ലാഞ്ഞത്. നോട്ടോ, നോട്ടോ. 3 കിലോമീറ്റർ ശ്വാസം മുട്ടി ഓടിയിട്ട് നമുക്ക് ഇതാണോ കിട്ടി മോട്ടോ? ഞാനെന്ത് ചെയ്യാനാ? വെറും വയറിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന്. ഐഡിയ. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അയാൾ ഈ കീറിയ നോട്ട് വാങ്ങിയിട്ട് നമുക്ക് പകരമായിട്ട് എന്തെങ്കിലും തരും. വാ, എന്നെ അനുഗമിക്കേ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഞാൻ ആരാണെന്നറിയില്ലേ? ഞാൻ ആരാണ്? വിളിക്കുന്നത് ആരാന്ന് പറഞ്ഞാലേ അറിയൂ. ഞാനടാ ജോൺ. ഞാൻ തന്നെയാടാ ജോൺ, അതോ ലോക നായകൻ ഡോൺ. എടാ പൊണ്ണത്തടിയാ, അവര് നിനക്ക് ഡയമണ്ട് തന്നിട്ടും നീ എന്താടാ ഇതുവരെ കാശ് കൊടുക്കാത്തത്? അതല്ല ബോസേ, ഞങ്ങള് വന്ന വണ്ടി പഞ്ചറാ. 10 മിനിറ്റിനുള്ളിൽ ആ ബാഗ് കൊണ്ടുവരണം. വേഗം എനിക്ക് 500ന്റെ കീറിയ നോട്ടുകളുമായിട്ട് നീ ഇവിടെ എത്തിയിരിക്കണം. അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാ. കാരണം എന്റെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്റെ മേലെ പാണ്ടി ലോറി കയറി പോലെ ആക്കിയില്ലടാ. എവിടെ കിടക്കുന്ന കിട്ടി എന്റെ 500ന്റെ നോട്ട്. കേറി 500 എന്റെ കയ്യിൽത്താ. എന്നിട്ട് ഈ പെട്ടി എടുത്തോളൂ. ഡീല് ശരിയായല്ലോ, ചെല്ലട്ടെ. കീറിയ നോട്ടിന് ഇത്രയും വലിയ പെട്ടിയോ? അല്ല, ഈ ബാഗിന്റെ ഉള്ളിൽ എന്താണ്? ചേട്ടാ, ഒന്ന് പറഞ്ഞിട്ട് പോ. ചേട്ടന്മാരെ, നിങ്ങൾ ഇത് എങ്ങോട്ട് പോവാ? വാചകടിക്കാൻ സമയമില്ല, ബോസ് ഞങ്ങളെ അന്വേഷിക്കും. അല്ല മോട്ടോ, ഈ ബാഗ് എങ്ങനെ ഒളിച്ചു വെക്കാന്ന് അറിയില്ലല്ലോ. എന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്നേ. ഐഡിയ. ഈ ചുമരിനപ്പുറത്തേക്ക് ഇത് വലിച്ചെറിഞ്ഞ പിന്നെ നോ പ്രോബ്ലം. എന്റെ പൊന്ന മോട്ടോ, അതങ്ങോട്ട് പിടി. 1 2 3. നമ്മുടെ ജോലി കഴിഞ്ഞു. എന്റെ അമ്മേ,
ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഞാനാണ് ഇൻസ്പെക്ടർ ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ഈ ചിങ്കമിന്റെ അടുത്ത് രക്ഷപ്പെടാന്ന് കരുതിയാൽ അത് സ്വപ്നത്തിന് പോലും നടക്കില്ല കുട്ടാ. നോക്ക്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയണം. എന്റെ തലയിൽ ഈ പെട്ടി എറിഞ്ഞത് ആരാണ്? മര്യാദയ്ക്ക് സത്യം പറയണം. ഞാൻ നിങ്ങൾ രണ്ടാളെയും വെറുതെ വിടില്ല. പത്ത് കോടിയുടെ കരാർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്റെ ഡോൺ ആവുന്നതിൽ നിന്ന് ആർക്കും തടയാൻ പറ്റില്ല. ഡോണാകും ഡോൺ. ഹലോ, എന്ത് കൊടുത്തല്ലോ? അതെങ്ങനെ സംഭവിച്ചു? എടാ പൊണ്ണത്തടിയന്മാരെ, നിങ്ങൾ ആ ബാഗ് ആർക്കാണ് കൊടുത്തത്? നിങ്ങൾ ആർക്കാണോ ആ ബാഗ് കൊടുക്കേണ്ടിയിരുന്നത്? അവര് നിങ്ങളെ കാത്ത് അവിടെ നിൽക്കുകയാണ്. എന്റെ തലയിൽ നല്ലൊരു ബുദ്ധി വച്ചിട്ടുണ്ട്, പറയട്ടെ. ഞാൻ ഈ പെട്ടി ഈ കാട്ടിൽ വലിച്ചെറിയാൻ പോവുകയാണ്. നിനക്കെന്താണ് ഇവിടെ കാര്യം? ഇങ്ങോട്ടേക്കാ വരുന്നത്. ഇങ്ങോട്ട് വാ. ഈ ഭാഗത്തേക്ക് വാ. അതെ, എനിക്കൊരു ഫോൺ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഇങ്ങനെ അവസാന നിമിഷം കൈവിട്ട ജോൺ എങ്ങനെയാണ് ഡോണാവുന്നത്? എന്റെ അമ്മേ, ഈ ശബ്ദം കേൾക്കുന്നത് അവിടെ തന്നെ കേട്ടോ. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. അത് കണ്ടോ, അതൊക്കെ ഡോണിന്റെ ആൾക്കാരാ. ആ പെട്ടി അയാളായിരിക്കണം കൊടുത്തത്. പെട്ടി നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്ന 10 കോടിയുടെ ബാഗ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയല്ലോ. എന്താ 10 കോടി രൂപയുടെ പെട്ടിയോ? അടിച്ചു മോനെ. पैसा बहाओ, पैसा ही पैसा खाओ, उड़ो पैसा उड़ाओ, पैसे में घूमो घुमाओ. ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് വേണം. My name is Chingam, Inspector Chingam. ചിങ്കം നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് ഇംപോസിബിൾ, ഇംപോസിബിൾ. വേഗം പറഞ്ഞു, ഈ പെട്ടിക്കകത്ത് എന്താണുള്ളത്? 10 കോടിയാ. 10 കോടി രൂപയോ? അമ്മേ. പോലീസേട്ടാ, ചിങ്കം സിംഹമാവുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. വിട്ടോടാ പത്ലു. ബോസേ, ആദ്യം ജോണാക്, പിന്നീട് നമുക്ക് ഡോണാകാം. എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിടാം, അതാ നല്ലത്. വേഗം ഒന്ന് സ്റ്റാർട്ടാവ്. ഇവിടെ ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് സ്റ്റാർട്ടാവ്. ബോസേ, അവന്മാര് നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. ഒന്ന് വേഗം സ്റ്റാർട്ടാക്ക്. ഇങ്ങനെ കളിയാക്കാതെ വേഗം ഒന്ന് സ്റ്റാർട്ടാവ്. കുച്ച് ബി സ്റ്റാർട്ടായി. ഇനി കണ്ടോ, എടുക്കണം, വണ്ടി എടുക്കണം. ഒരു കഞ്ഞി തീർപ്പ് കിട്ടിയതാ. അത് പോയല്ലോ.
Ew, ow. Oh. ഈ ചിങ്ങത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ആരാണെങ്കിലും ഇംപോസിബിൾ. ഓ, ഇത് ജോൺ അല്ലേ? ഇവന്റെ ആഗ്രഹം ഡോൺ ആവണം എന്നല്ലേ? പോലീസ് ഏട്ടാ, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാ ഇവരെ പിടിച്ചത്. ഇവരെ 3 പേരെയും കൊണ്ടേക്കോളൂ. പെട്ടി മോട്ടു പത്ലു, നിങ്ങൾ ഈ ചെയ്തത് വലിയൊരു കാര്യം തന്നെ. ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സമ്മാനം കിട്ടിയിരിക്കും. ഞാനിപ്പോ മോട്ടു പത്ലുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് രണ്ടാൾക്കും ഒരു സമ്മാനം കൊടുക്കാനായി. 10 കോടിയുടെ 10%, 1 കോടി രൂപയുടെ ചെക്ക് ഇതാ. താങ്ക് യു. തന്നോ മോട്ടോ, ഞാനും കഷ്ടപ്പെട്ടതല്ലേ. എനിക്ക് താ. എനിക്ക് വേണം. പകുതി മര്യാദയ്ക്ക് തന്നോട്ടോ. എന്റേതാന്ന് പറഞ്ഞില്ലേ? തരാൻ. എന്റേത്. കൂട്ടുകാരായാൽ ഇങ്ങനെ വേണം. കിട്ടിയ സമ്മാനം നേർപാതി പങ്കിടുന്നു. मोटू पतलू पतलू पतलू